ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെമ്മരിപ്പൂവിന്റെ പുതിയൊരു എപ്പിസോഡ് വീഡിയോയിലേക്ക് സ്വാഗതം. എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് നമ്മുടെ സച്ചി രേവതിയുടെ കട കോർപ്പറേഷൻകാർ കൊണ്ടുപോയി എന്ന് മുതൽ എല്ലാ സത്യങ്ങളും മഹേഷിനോടും കാർത്തികിനോടായിട്ട് പറയാട്ടെ. എന്നിട്ട് പറയുന്നുണ്ട്, ഇതിനൊരു പരിഹാരം കൂടി നിങ്ങൾ പറഞ്ഞു തരാൻ പറയുന്ന സമയത്ത് കാർത്തിക് വേഗം പറയുന്നുണ്ടെന്ന് ഒരു കാര്യം ചെയ്യാൻ, നമുക്ക് രേവതിനെ കൊണ്ടുപോയി ഒരു കോമഡി പടം കൊണ്ടേ കാണിക്കാം, അപ്പൊ രേവതി ചിരിക്കുമല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കാർത്തിക് പൊട്ടിച്ചിരിക്കുന്ന സമയത്ത് സച്ചിക്ക് ദേഷ്യം മാറണം. സച്ചി പറയുന്നുണ്ട്, ഒന്നും മിണ്ടാതിരുന്നോളൂ, ഞാനാകെ തീയിൽ ചവിട്ടിയ അവസ്ഥയിലാണ് നിൽക്കുന്നത്, അന്നേരമാണ് അവന്റെ ഒരു തമാശ എന്ന് പറയുമ്പോഴത്തേക്കും പിന്നെ ഒറ്റ നിമിഷം കൊണ്ട് വഴി ആലോചിച്ച് കണ്ടുപിടിക്കാൻ പറഞ്ഞ് ഞങ്ങൾ എവിടെ നിന്ന് ആലോചിച്ച് കണ്ടുപിടിക്കുക എന്നൊക്കെ കാർത്തിക് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് മഹേഷ് ഇതുപോലെ തന്നെ ആലോചിക്കായിരിക്കട്ടെ, എന്തായിരിക്കും ഇനി സച്ചിയുടെ സങ്കടം കണ്ടിട്ട് ഇനി എന്തെങ്കിലും ഒരു ഉപായം പറഞ്ഞു കൊടുക്കണല്ലോ, അതിന് വേണ്ടിയിട്ടുള്ള ഒരു ആലോചനയിലാണ് മഹേഷ് ഉള്ളത്. ഈ ഒരു സമയത്താണ് കാർത്തികിനായിട്ടൊരു കോൾ വരുന്നത് കേട്ടോ. കോൾ എടുത്ത ഉടനെ തന്നെ കാർത്തിക് പറയുന്നുണ്ട്, നിന്നോട് എത്ര പറഞ്ഞിട്ടും കാര്യമില്ല, നിന്റെ ഓൺലൈൻ പർച്ചേസിങ് കാരണം ബാക്കിയുള്ളവരുടെ പോക്കറ്റ് ഇത് കാലിയാവാറായി, ഇത് നിർത്താറായില്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബഹളം വെച്ചിട്ടാണ് കോൾ കട്ട് ചെയ്യുന്നത്. ഉടനെ തന്നെ മഹേഷ് വന്നിട്ട് കാർത്തികിനോടായിട്ട് ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റിയത്, നിന്റെ ഭാര്യ വീണ്ടും ഓൺലൈനിൽ നിന്ന് പർച്ചേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് ചോദിക്കുമ്പോഴത്തേക്കും അതെ, അവളെ കൊണ്ട് മടുത്തു, എന്ത് കാര്യം ഇപ്പോൾ വീട്ടിലെത്തുന്നതുകൊണ്ട് തന്നെ എല്ലാം ഓൺലൈനിൽ ചെന്ന് ഒരു ടവൽ വരെ അവളിപ്പോൾ ഓൺലൈനിൽ നിന്നാണ് മേടിക്കുന്നത്, അതുകൊണ്ട് തന്നെ എൻ്റെ പോക്കറ്റിൽ പൈസ ഇരിക്കുന്നില്ല എന്നൊക്കെ കാർത്തിക് പരാതി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സമയത്ത് മഹേഷും പറയുന്നുണ്ട്, അതെ, എല്ലാവരും ഇപ്പോൾ ഓൺലൈനിൽ നിന്നാണ് എല്ലാം പർച്ചേസ് ചെയ്യുന്നത്, ഒരു മുട്ടുസൂചി മേടിക്കണമെങ്കിൽ പോലും ആൾക്കാരത് ഓൺലൈനിൽ നിന്നാണ് നോക്കുന്നതെന്നൊക്കെ മഹേഷ് പറയുന്ന സമയത്താണ് നമ്മുടെ സച്ചിക്ക് ഒരു ഐഡിയ തോന്നുന്നുണ്ടോ. വേഗം തന്നെ സച്ചി പറയുന്നുണ്ട്, ആ എടാ, നിങ്ങൾ പറയുന്ന കേട്ടപ്പോൾ എനിക്കൊരു ഐഡിയ തോന്നിയിട്ടുണ്ട്, ഞാൻ രേവതിക്ക് വേണ്ടിയിട്ട് ഒരു സ്കൂട്ടർ മേടിച്ചു കൊടുത്താലോ എന്ന് ആലോചിക്കുകയാണെന്ന് പറയുമ്പോഴത്തേക്കും, സ്കൂട്ടറോ, നീ എന്താണ് ഉദ്ദേശിക്കുന്നത് മനസ്സിലായില്ല എന്ന് മഹേഷ് പറയുന്നുണ്ട്. അത് മറ്റൊന്നിനും വേണ്ടിയിട്ടല്ലേ, ഇപ്പൊ എല്ലാവരും ഫുഡ്, തുണി മുതൽ എല്ലാ സാധനങ്ങളും ഓൺലൈനിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നത് നിങ്ങൾ പറഞ്ഞല്ലോ, അതുപോലെ തന്നെ രേവതിക്ക് വേണ്ടിയിട്ട് ഒരു വണ്ടി മേടിച്ചു കൊടുത്തിട്ട് രേവതിക്ക് ഒരു മൊബൈൽ പൂക്കട വെച്ച് കൊടുത്താലോ എന്ന് ആലോചിക്കുക. രേവതിക്ക് തന്നെ സ്ഥിരമായിട്ട് ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട്, അവരുടെ വീടുകളിലേക്കായിട്ട് പൂക്കൾ കൊണ്ടേ കൊടുക്കാനും മാത്രമല്ല പല പല സ്ഥലങ്ങളിൽ നിന്ന് കച്ചവടം നടത്താനും ആകുമെന്നൊക്കെ ഇങ്ങനെ സച്ചി പറയുന്ന മഹേഷ് വേഗം പറയുന്നത് നല്ലൊരു ഐഡിയ ആണ്, പക്ഷേ വണ്ടിയൊക്കെ മേടിക്കണമെങ്കിൽ ഒരുപാട് പണം വേണ്ട, നിന്റെ കയ്യിൽ പൈസ വല്ലതും ഉണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്ത് എന്തെങ്കിലും കുറച്ച് പണമുണ്ട്, പക്ഷേ ബാക്കി പണം അത് എവിടെന്നെങ്കിലും ഒപ്പിക്കണം എന്നൊക്കെ പറയുമ്പോഴത്തേക്കും വേഗത്തിൽ മഹേഷ് പറയുന്നുണ്ട്, ഇത് കുറച്ച് പണം ഞങ്ങളൊക്കെ നിനക്ക് തരാനുണ്ടല്ലോ, അതിൽ നിന്ന് ഇപ്പം ഞങ്ങളുടെ കയ്യിലുള്ള പണം നിനക്ക് തരാമെന്നും പറഞ്ഞുകൊണ്ട് മഹേഷിന്റെ കയ്യിൽ നിന്നുണ്ടായിരുന്ന 5000 രൂപയും കാർത്തികിന്റെ കയ്യിൽ നിന്നുള്ള 4000 രൂപയും കൂടി കൊടുക്കുകയാണ്. ഇതിലൊന്നും കൂട്ടിവെച്ചതിന് ശേഷം സച്ചി പറയുന്നുണ്ട്, എൻ്റെ കയ്യിൽ കുറച്ച് പണം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ മൊത്തം 20,000 രൂപയുണ്ട്, 20,000 രൂപയ്ക്ക് ലോൺ എടുത്ത് സ്കൂട്ടർ മേടിക്കാം, തവണകളായിട്ട് അടയ്ക്കാം, അതേ രീതിക്ക് ഞാനൊരു വണ്ടി നോക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് വളരെയധികം സന്തോഷത്തോടു കൂടി തന്നെ സച്ചി ഒരു ഷോറൂമിലേക്കായിട്ട് ചെല്ലുന്നുണ്ട്. അവിടെ ചെല്ലുന്ന സമയത്ത് വണ്ടികളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെയുള്ള ഷോറൂമിൽ നിൽക്കുന്ന ആൾ ചോദിക്കുന്നുണ്ട്, സാറിൻ്റെ വൈഫിന് ഏതാ കളർ ഇഷ്ടം, ആ കളർ നോക്കി നമുക്ക് പർച്ചേസ് ചെയ്യാം, മാത്രമല്ല ഇപ്പം നിലവിൽ 2 കളറുള്ളൂ, വേറെ ഏതെങ്കിലും കളർ വേണമെന്നാണ് ഒരാഴ്ച കൂടി വെയിറ്റ് ചെയ്യേണ്ടി വരുമെന്നൊക്കെ പറയുമ്പോഴത്തേക്കും അവർക്ക് ഇഷ്ടപ്പെട്ട കളർ ഏതാണെന്ന് എനിക്ക് അറിയില്ല. സച്ചി മറുപടി പറയുമ്പോഴത്തേക്കും ഇദ്ദേഹം സച്ചിയെ നോക്കുകയാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ സച്ചി പറയുന്നുണ്ട്, ഓ, നിങ്ങൾ നോക്കിയത് ഉദ്ദേശിച്ച് എനിക്ക് മനസ്സിലായി, ഭാര്യയ്ക്ക് ഇഷ്ടപ്പെട്ട കളർ പോലും അറിയില്ലാത്ത ഭർത്താവാണോ താനെന്ന രീതിക്കല്ലേ നോക്കിയത്, ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് മാസങ്ങളായെങ്കിലും അവളുടെ ഇഷ്ടങ്ങൾ എന്താണെന്ന് പറ്റി എനിക്ക് കൃത്യമായിട്ട് അറിയില്ല, എല്ലാ ഇഷ്ടങ്ങളും ഞാൻ ചോദിച്ചറിയാനും നിന്നിട്ടില്ല, അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ വൈഫിനെ ഒന്ന് വിളിച്ച് കളർ ഏതാണ്ട് ഇഷ്ടം എന്ന് ചോദിച്ചു നോക്കട്ടെ, എന്നിട്ട് ഞാൻ മേടിക്കാം എന്ന് പറഞ്ഞിട്ട് സച്ചി രേവതിയെ കോൾ ചെയ്യാണ്. കോൾ കാണുന്ന ഉടനെ തന്നെ രേവതി കോൾ എടുത്തിട്ട് പറയുന്നുണ്ട്, പറയും സച്ചിയേട്ടൻ ഭക്ഷണം കഴിക്കാൻ വരുന്നില്ലേ, അതോ ഇനി ഭക്ഷണം കഴിക്കാൻ വരുന്നില്ല എന്ന് പറയാനായിട്ട് വിളിക്കുന്നതാണോ എന്ന് ചോദിക്കുന്ന സമയത്ത്, അതൊന്നുമല്ല രേവതി, നീ നിനക്ക് ഇഷ്ടപ്പെട്ട കളർ പറയട്ടെ. പെട്ടെന്ന് തന്നെ രേവതി ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്താ ഈ പറയുന്ന കളർ പറയാനോ, ഓ എനിക്ക് മനസ്സിലായി, ഞാൻ ഇന്നലെ സങ്കടപ്പെട്ടിരുന്നതിന് പകരമായിട്ട് സാരി മേടിച്ചുകൊണ്ട് വരാനായിരിക്കില്ലേ കളർ ചോദിച്ചത്, എന്തായാലും എനിക്കിപ്പോൾ സാരി ഒന്നും വേണ്ട സച്ചിയേട്ടൻ എന്ന് പറയുമ്പോഴത്തേക്കും, അതൊന്നുമല്ല രേവതി, നീ കളർ പറ എന്ന് പറയുമ്പോഴത്തേക്കും, വേണ്ട സച്ചിയേട്ടൻ, ഞാൻ പറഞ്ഞില്ല, എനിക്കിപ്പോൾ ഇഷ്ടം പോലെ ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് മാത്രമല്ല അമ്മ ഒരുപാട് കുത്തി നോവിക്കുന്ന വാക്കാണ്, ഇപ്പോഴും കൂടെ വന്ന് പറഞ്ഞിട്ട് പോയതുള്ളൂ, ഇനി അതിൻ്റെ ഇടയ്ക്ക് സച്ചിയേട്ടൻ പുതിയ സാരി കൂടെ മേടിച്ചുകൊണ്ട് വന്ന് എന്നെ ഉടുപ്പിച്ച് കഴിഞ്ഞാൽ പൂർത്തിയായി, അമ്മയ്ക്ക് ദേഷ്യം കൂടുകയുള്ളൂ, അതൊക്കെ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് എനിക്ക് പുതിയ സാരി ഒന്നും വേണ്ട സച്ചിയേട്ടാ എന്നൊക്കെ രേവതി പറയുന്നുണ്ടെങ്കിൽ സച്ചി വീണ്ടും ചോദിക്കുകയാണ്, നീ നിന്റെ ഇഷ്ടപ്പെട്ട കളർ പറ രേവതി എന്ന് നിർബന്ധിക്കുമ്പോഴത്തേക്കും രേവതി പറയുന്നത്, ഓ, സച്ചിയേട്ടൻ വിടാനുള്ള ഉദ്ദേശമൊന്നും ഇല്ല അല്ലേ, ശരി, ഞാൻ എൻ്റെ കളർ പറയാമെന്ന് പറഞ്ഞുകൊണ്ട് രേവതി പറയുന്നുണ്ട്, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കളർ എന്ന് പറഞ്ഞാൽ ചെമ്പനീർപ്പൂവിൻ്റെ കളർ ചുമപ്പാണ് എന്ന് പറയാം കേട്ടോ. ആ ഒരു സമയം തന്നെ സച്ചി വേഗം തന്നെ വണ്ടിയിലേക്ക് നോക്കുന്ന സമയത്ത് തന്നെ കൃത്യമായി തന്നെ രേവതി പറഞ്ഞ കളറിലുള്ള ഒരു സ്കൂട്ടർ അവിടെ ഉണ്ട്. അത് കേൾക്കുമ്പോൾ തന്നെ സച്ചിക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. പെട്ടെന്ന് തന്നെ സച്ചി, ആ ശരി, ഞാൻ പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞ് കോള് കട്ട് ചെയ്തതിന് ശേഷം ആ ഒരു വണ്ടി ചൂണ്ടിക്കാണിച്ചതിന് ശേഷം ഈ വണ്ടി മതി എന്ന് പറഞ്ഞുകൊണ്ട് ബുക്ക് ചെയ്യുകയാണ്. പെട്ടെന്ന് തന്നെ ആ ഒരു ഷോറൂമിൽ ആൾ പറയുന്നുണ്ട്, നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ പേപ്പറും കാര്യങ്ങളൊക്കെ ഒപ്പിടാറുണ്ടല്ലോ, അതെല്ലാം ചെയ്തതിന് ശേഷം സാറിന് ഈ വണ്ടി കൊണ്ട് പോകാം. കൂട്ടത്തിൽ തന്നെ സച്ചി പറയുന്നുണ്ട്, ഈ ഭക്ഷണമൊക്കെ ഡെലിവറി കൊണ്ടുപോകുന്നിടത്ത് പുറകിൽ വെക്കുന്ന ഒരു ബോക്സിൽ അതേ രീതിയിൽ തന്നെ ഈ വണ്ടിയുടെ ബാക്കിലായിട്ട് സെറ്റ് ചെയ്ത് തരണമെന്നൊക്കെ പറയുന്നതൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ അദ്ദേഹം അതൊക്കെ സമ്മതിച്ചുകൊണ്ട് തന്നെ നമ്മുടെ സച്ചി രേവതിക്ക് വേണ്ടിയിട്ട് ആ വണ്ടിയൊക്കെ ബുക്ക് ചെയ്യണം. അതിനുശേഷം കാണിക്കുന്നത് സച്ചി നേരെ വീടിന്റെ ഫ്രണ്ടിൽ എത്തിയതിനു ശേഷം രവിയെ ഫോണിൽ വിളിക്കുകയാണ്. എന്നിട്ട് അച്ഛൻ വേഗം താഴത്തേക്ക് വാ, അമ്മയും കൂട്ടിക്കോളം പറയുകയാണ്. എന്താണ് കാരണമെന്നൊക്കെ രവി ചോദിക്കുന്നുണ്ടെങ്കിൽ സച്ചി വേഗം താഴത്തേക്ക് വാ അച്ഛാന്ന് പറഞ്ഞിട്ട് കോള് കട്ട് ചെയ്യാണ് കേട്ടോ.
പിന്നീട് വിളിക്കുന്ന ശ്രുതിയാണ്. ശ്രുതിയോടായിട്ട് നിന്റെ ഭാര്യ അവിടെയല്ലേ, പാളറടത്തി അവിടെ പോയില്ലല്ലോ, വേഗം തന്നെ അവളെ കൂട്ടിക്കൊണ്ട് വരാൻ പറഞ്ഞിട്ട് കോള് കട്ട് ചെയ്യുന്നുണ്ട്. കോള് കട്ട് ചെയ്തതിന് ശേഷം ശ്രുതിയോടായിട്ട് താഴത്തേക്ക് വരാൻ സച്ചി പറഞ്ഞു എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ കാരണമെന്ന് ശ്രുതി ചോദിക്കുന്നുണ്ട്. എന്താ കാരണമെന്നൊന്നും എനിക്കറിയില്ല, അവൻ താഴത്തേക്ക് വരാനാണ് പറഞ്ഞത്, നീ വായെന്നും പറഞ്ഞുകൊണ്ട് ശ്രുതിനെ കൂട്ടിക്കൊണ്ട് ശ്രുതി താഴത്തേക്കായിട്ട് ചെല്ലുകയാണ്. പിന്നീട് വിളിക്കുന്നത് ശ്രീകാന്തിനായിട്ട്. ശ്രീകാന്തിനോട് ചോദിക്കും, നീ പോയില്ലല്ലോ എന്ന് ചോദിക്കുന്ന സമയത്ത് ഞാൻ പോകാനായിട്ട് തയ്യാറാവുകയാണ് ഏട്ടാ, ഏട്ടൻ കാര്യം പറഞ്ഞോളൂ എന്ന് പറയുമ്പോഴത്തേക്കും നിന്റെ ഭാര്യ എവിടെയില്ലേ, അവളെയും കൂട്ടിക്കൊണ്ട് താഴത്തേക്ക് വരാൻ പറഞ്ഞ് കോള് കട്ട് ചെയ്യാണ്. അതിനുശേഷം വർഷയോടായിട്ട് സച്ചേട്ടനാണ് വിളിച്ച് താഴത്തേക്ക് വരാൻ പറഞ്ഞു. എന്താ കാരണം എന്ന് എനിക്കറിയില്ല, വേഗം വായെന്ന് പറഞ്ഞിട്ട് വർഷയും കൂട്ടിക്കൊണ്ട് താഴത്തേക്ക് പോവാണ്. പിന്നീട് ഏറ്റവും അവസരമായി വിളിക്കുന്ന രേവതിയാണ്. രേവതിയെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, രേവതി നീ താഴത്തേക്ക് വായെന്ന് പറയുമ്പോഴത്തേക്കും ഞാനിതിന് താഴത്തേക്ക് വന്ന് സച്ചേട്ടൻ അകത്തേക്ക് കയറി വാ, ഭക്ഷണം കഴിച്ചിട്ട് പോകാമെന്ന് പറയുമ്പോഴത്തേക്ക് അതൊക്കെ പിന്നെ നീ ഇങ്ങോട്ട് വേഗം വാ രേവതി എന്ന് പറഞ്ഞിട്ട് സച്ചി കോള് കട്ട് ചെയ്യുന്നുണ്ട്. പെട്ടെന്ന് തന്നെ രേവതി അവിടെ ചെയ്ത പണികളെല്ലാം തീർത്തതിന് ശേഷം ഗ്യാസ് ഒക്കെ ഓഫ് ചെയ്ത് താഴത്തേക്ക് ചെല്ലാനായിട്ട് ഒരുങ്ങാണ് കേട്ടോ. ഇതേ സമയം തന്നെ ഹാളിൽ നിൽക്കുന്ന രവിയുടെ അടുത്തേക്ക് ശ്രുതിയും വർഷയും ശ്രീകാന്തും ഒക്കെ വരുന്നുണ്ട്. ആ ഒരു സമയം തന്നെയാണ് ചന്ദ്രയും രേവതിയൊക്കെ അങ്ങോട്ടേക്ക് വരുന്നത് കേട്ടോ. ചന്ദ്ര വന്ന ഉടനെ തന്നെ ചോദിക്കുന്നുണ്ട്, എന്താ രവിയേട്ട എന്ന് ചോദിക്കുന്ന സമയത്ത് എനിക്കറിയില്ല, സച്ചി വിളിച്ചിരുന്നു, അവൻ എല്ലാവരോടും കൂട്ടി താഴത്തേക്ക് വരാനാണ് പറഞ്ഞത് എന്ന് പറയുമ്പോഴത്തേക്കും അവന്റെ കാറും എല്ലാം കംപ്ലൈന്റ് ആയി കാണാതിരിക്കും, അത് തള്ളാനായിരിക്കും വിളിക്കുന്നതെന്ന് ചന്ദ്ര പറയുന്നുണ്ട്. അതൊന്നുമല്ല, മറ്റെന്താ കാരണമാണ് എന്ന് പറയുമ്പോഴത്തേക്കും ഇവക്ക് അറിയാമായിരിക്കുമെന്ന് ചന്ദ്ര പറയുകയാണ് കേട്ടോ. എനിക്കൊന്നും അറിയില്ല, സച്ചേട്ടൻ എന്നെയും വിളിച്ചിരുന്നു, താഴത്തേക്ക് വരാനാണ് പറഞ്ഞതെന്ന് രേവതി മറുപടി പറയുന്നുണ്ട്. അങ്ങനെ എല്ലാവരെയും കൂട്ടിക്കൊണ്ട് രവി പുറത്തേക്ക് ചെല്ലുന്ന സമയത്ത് സച്ചി ഗേറ്റിന്റെ അടുത്ത് തന്നെ നിൽക്കുന്നുണ്ടാവും കേട്ടോ. വേഗം തന്നെ രേവതിയോടായിട്ട് സച്ചി പറയുന്നത്, രേവതി നീ ഇങ്ങോട്ട് വന്നേ എന്നും പറഞ്ഞുകൊണ്ട് രേവതിനെ ചേർത്ത് നിർത്തുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, രേവതിക്ക് നിലവിലുണ്ടായിരുന്ന പൂക്കട പോയ സമയത്ത് ഇവക്ക് ഭയങ്കര സങ്കടമായിരുന്നു, അതുകൊണ്ട് തന്നെ പലരും രേവതിനെ അടുക്കളയിൽ തന്നെ തറച്ചിടാൻ ശ്രമിച്ചു എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ചന്ദ്രയുടെ ശ്രുതിയുടെ മുഖഭാവമൊക്കെ വേഗം മാറുവാണ് കേട്ടോ. അതിനുശേഷം സച്ചി പറയുന്നുണ്ട്, എന്തായാലും എൻ്റെ രേവതിനെ അങ്ങനെ അടുക്കളയിൽ തന്നെ തറച്ചിടാൻ ഞാൻ തീരുമാനിച്ചിട്ടുള്ളത്, അതേ എല്ലാവരും നോക്കുക എന്നും പറഞ്ഞുകൊണ്ട് സച്ചി ഗേറ്റ് തുറന്ന് നോക്കുന്ന സമയത്ത് നല്ല ഭംഗിയായിട്ട് വണ്ടിയൊക്കെ അലങ്കരിച്ച് ഒരു സ്കൂട്ടി നമ്മുടെ വീടിന്റെ ഫ്രണ്ടിലായിട്ട് ഇരിക്കുകയുണ്ടോ. ഇത് കാണുന്ന സമയത്ത് എല്ലാവരും വളരെയധികം അതിശയത്തോടെ തന്നെ നോക്കുന്നുണ്ട്. രവി വേഗം തന്നെ വണ്ടിയുടെ അടുത്തേക്ക് ചെന്നതിന് ശേഷം വണ്ടി മൊത്തത്തിൽ നോക്കിയിട്ട് പറയുന്നുണ്ട്, എടാ ഇത് പുതിയ വണ്ടിയാണ്, ഇത് ആരുടെയാണെന്ന് ചോദിക്കുന്ന സമയത്ത് നമ്മുടെ വണ്ടിയാണ് അച്ഛാ എന്ന് സച്ചി പറയുന്ന നേരത്ത് നമ്മുടെ വണ്ടിയോ എന്ന് രവി വളരെയധികം സന്തോഷത്തോട് ചോദിക്കുന്ന സമയത്ത് അതേ അച്ഛാ, ഇത് രേവതിക്ക് വേണ്ടിയിട്ട് ഞാൻ മേടിച്ച വണ്ടിയാണ്, ഇനി മുതൽ രേവതിയുടെ പൂക്കട ഇതായിരിക്കും എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്രയും ശ്രുതിയും കൂടി ഇത്രയും നേരം ചെയ്ത പ്ലാനിങ് എല്ലാം വെറുതെ ആയി പോയല്ലോ എന്ന രീതിക്ക് മുഖാമുഖം നോക്കുന്നുണ്ട്. ഇതേ സമയം തന്നെ ശ്രീകാന്തിനും വർഷയ്ക്കും ഭയങ്കര സന്തോഷമാവട്ടെ, അതിലുപരി സന്തോഷമാവുകയാണ് രേവതിക്ക്. അതിനുശേഷം രേവതിയോടായിട്ട് സച്ചി പറയുന്നുണ്ട്, നിന്റെ പൂക്കടയാണ്, നിനക്ക് ഇത് എവിടെ വേണമെങ്കിലും കൊണ്ടു നടക്കാം, നിനക്ക് സ്വന്തമായിട്ട് ഞാൻ മേടിച്ചതാണ് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് രേവതി വളരെയധികം സ്നേഹത്തോടുകൂടി തന്നെ സച്ചിയെ നോക്കുന്നൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതേ സമയം തന്നെ നമ്മുടെ ശ്രീകാന്തും വർഷയും കൂടി രേവതിയുടെ അടുത്ത് വന്നിട്ട് പറയുന്നത്, രേവതി ചേച്ചി കൺഗ്രാറ്റ്സ്. അതിനുശേഷം വർഷ പറയുന്നുണ്ട്, എന്തായാലും രേവതി ചേച്ചിയുടെ പഴയ കട കോർപ്പറേഷൻകാർ കൊണ്ടുപോയത് നന്നായി, അതിനേക്കാൾ നല്ല ബിസിനസ്സാണിത്, ഇതാകുമ്പോൾ രേവതി ചേച്ചിക്ക് എവിടെ വേണേലും പൂക്കൾ കൊണ്ടേ വിൽക്കാൻ, മാത്രമല്ല വേണമെങ്കിൽ നമ്മുടെ വീടിന്റെ ഫ്രണ്ടിൽ വരെ വെച്ച് പൂക്കൾ വിൽക്കാൻ പറ്റുമെന്നൊക്കെ വർഷ പറയുന്ന നേരത്ത് ചന്ദ്രയ്ക്കാണെങ്കിൽ തനിക്കൊരു അടി കിട്ടിയ അവസ്ഥയാവട്ടെ. പെട്ടെന്ന് തന്നെ ശ്രുതി വന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഇതെന്താ ഈ വണ്ടിയിൽ SR എന്ന് എഴുതി വെച്ചേക്കുന്നതെന്ന് ചോദിക്കുന്ന സമയത്ത് അത് സച്ചി രേവതി എന്നുള്ളതിന്റെ എസ്സും മാറുവാണെന്ന് പറയുകയാണ്. പിന്നെ ശ്രുതി വന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഈ വണ്ടിക്ക് എന്തിനാണ് അമ്മയുടെ പേരിടാഞ്ഞത് എന്ന് ചോദിക്കുന്ന സമയത്ത് ഈ വണ്ടിക്ക് അമ്മയുടെ പേരിട്ട് കഴിഞ്ഞാൽ പല പ്രശ്നങ്ങളുണ്ട്, നിനക്കറിയാലോ, നിന്റെ ഭാര്യയുടെ പാർലറിലായിട്ട് അമ്മയുടെ പേരിട്ട് ആ പാർലർ വേറെ ആർക്കാണ്ടും വേണ്ടിയിട്ട് കൊടുക്കേണ്ടി വന്നു, മാത്രമല്ല രേവതിയുടെ പൂക്കടയ്ക്ക് അമ്മയുടെ പേരിട്ടിട്ട് അത് കോർപ്പറേഷൻകാർ അതുപോലെ തന്നെ പൊക്കിക്കൊണ്ടുപോയി, അതുകൊണ്ട് രാശിയില്ലാത്ത പേരാണെന്ന് തോന്നുന്നു അമ്മയുടെ, അതുകൊണ്ടാണ് ഞാൻ അമ്മയുടെ പേരിടാതെ എൻ്റെ കാറിന്റെ പുറകിൽ ഒട്ടിച്ച രീതിയിൽ തന്നെ SR എന്ന് രേവതിയുടെ വണ്ടിയിൽ ഒട്ടിച്ചത് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ചന്ദ്ര ആകെ വല്ലാതാവുകയാണ് കേട്ടോ. ഈ ഒരു സമയം തന്നെ രവി പറയുന്നത്, എന്തായാലും ഇത് നല്ല കാര്യമായി പോയി, അച്ഛന് ഒരുപാട് സന്തോഷമായി, രേവതി മോൾക്കിനി വീണ്ടും പൂക്കടയൊക്കെ ആരംഭിക്കാമല്ലോ എന്നൊക്കെ രവി പറയുമ്പോഴത്തേക്കും ഭയങ്കര സന്തോഷത്തിൽ നിൽക്കുകയാണ് നമ്മുടെ രേവതി. അതിനുശേഷം സച്ചി പറയുന്നുണ്ട്, അച്ഛൻ്റെ കൈ കൊണ്ട് തന്നെ ഈ താക്കോല് രേവതിയുടെ കൈകളിലേക്ക് കൊടുക്കാൻ പറയുന്ന സമയത്ത് ഞാൻ കൊടുക്കുന്നതിന് നീ തന്നെ കൊടുത്താൽ പോരെ എന്നൊക്കെ രവി പറയുന്നുണ്ടെങ്കിലും അത് പറ്റില്ല, അച്ഛൻ തന്നെ കൊടുത്താൽ മതി എന്നും പറഞ്ഞുകൊണ്ട് രവിയുടെ കൈകളിലായിട്ട് ആ താക്കോല് കൊടുക്കട്ടെ. പെട്ടെന്ന് രവി പറയുന്നുണ്ട്, ചന്ദ്ര നീയും കൂടെ വായെന്നും പറഞ്ഞുകൊണ്ട് ഇന്ന സമയത്ത് ആദ്യമൊക്കെ ചന്ദ്ര മടിച്ചു നിൽക്കുന്നുണ്ടെങ്കിലും രവിയുടെ നിർബന്ധപ്രകാരം തന്നെ താക്കോല് കൊടുക്കാണ്ട് ചന്ദ്രയെ അടുത്തേക്കായിട്ട് ചെല്ലുകയാണ്. അങ്ങനെ ചന്ദ്രയും രവിയും കൂടെ കൂടിയിട്ടാണ് നമ്മുടെ രേവതിക്കായിട്ട് താക്കോല് കൊടുക്കുന്നത്. ഈ താക്കോല് വളരെയധികം സന്തോഷത്തോടു കൂടി തന്നെ മേടിക്കുന്ന രേവതിയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.